അപ്പൊ റഅന്നയും അല്ല കഴിഞ്ഞ ഇനി ബാക്കി കാനാഹ്വാത്ത് ഹംസ ഇന്ന ഇന്നയുടെ ഹംസയ്ക്ക് ഇഫ്തഹ് നീ പത്ത് ചെയ്തോ ഹംസ ഇന്ന ഇഫ്തഹ് എന്നാ ലിസദ്ദി മസ്ദരിൻ മസ്ദർ കണ്ടടയുന്നിടത്ത് മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അന്ന വായിക്കണം ഇന്ന വായിക്കണം ضربت أعجبني എന്താ أعجبني أنك ضربته എന്ന് വെച്ചു أعجبني അവിടെ ഇന്നക്കെന്ന് വായിക്കാൻ പറ്റില്ല അയജബയുടെ മഫൂലാണ് അല്ല ഫായിലാണ് ഏത് അന്നക്ക ദറബ്തഹു എന്നുള്ളത് കൗനുക്ക ദറബ്തഹു എന്ന് വായിക്കാൻ പറ്റും വ്യാഖ്യാനിക്കാൻ പറ്റും മസ്തർ കണ്ടടയുക മസ്തർ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് മറ്റൊന്നിന്റെ മഅമൂലായി വരുന്നിടത്തെന്ന് പറയാം കലാമിന്റെ മധ്യത്തിൽ അന്ന വായിക്കണമെന്ന് പറയാം അങ്ങനെയൊക്കെയാണ് ആ പറഞ്ഞതിന്റെ മായന ലിസദ്ദി മസ്ദറിൻ മസ്ദർ അടയുന്നിടത്ത് മസ്തർ ഉസ്താദുമാരെ അർത്ഥം വെച്ചാൽ മസ്തർ കണ്ടടയുന്നിടത്തുന്ന അവസ്ഥ മസ്ദർ അടയുന്നിടത്ത് എന്നല്ല അർത്ഥം മസ്ദർ അടയും അവിടെ അന്നെ വായിക്കാവൂ ഇന്നെ വായിച്ചളയരുത് മനസ്സിലായോ ഈ സ്വദ്ദി മസ്ദരിൻ പിന്നെ അന്നയെ തൊട്ടും അന്നയുടെ മഅമൂലിനെ തൊട്ടും മസ്ദർ കണ്ടടയുന്നിടത്ത് ബാക്കിയുള്ളിടത്ത് എല്ലാം വഫിൽ ഗൈരിന വഹംസ ഇന്നഫ്തഇ സദ്ദി മസ്ദരിൻ അൻഹാ വഫീ ഗൈരിൻ വബില്ലാമി ലാമുള്ളയിടത്തും ഖബറിൽ ലാമു വരുന്നിടത്തും ഇക്സർ നീ കസർ ചെയ്തോ എന്ന് ഹംസ ഇന്നഫ്തഇ ലിസദ്ദി മസ്ദരി വഫീ ഗൈരിൻ വബില്ലാമി ഇക്സരി എന്താ മസ്ദർ കണ്ടതിനടുത്ത് അല്ലാത്തതിലല്ല വഫീ ഗൈരിൻ അല്ല അല്ലാത്തതിൽ മസ്ദർ കണ്ടടയാത്തതിൽ ആ ഗൈറിന്റെ അർത്ഥം വ്യാപക അർത്ഥം വരും ഒരുപാട് സ്ഥലങ്ങളെന്ന് പറയുന്നത് വല്ലാമി വബില്ലാമി ലാമുള്ളയിടത്തും ബാന് ഫീനവനെടുത്താൽ മതി വഫില്ലാമി ലാമുള്ളതിലും ഇക്സ് എവിടെ ലാമുണ്ടാവുക പിന്നെ ഖബറില് നീ കസർ ചെയ്തോ എന്ന് കണ്ടാ വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു കണ്ടാ അവിടെ ലറസൂലുഹു എന്ന് ലാമുണ്ടായതുകൊണ്ട് ഇന്നക്കാന്ന് വായിക്കും അല്ലെങ്കിൽ യഅലമു എന്നതിന്റെ അലിമിക്ക് സന്ന വായിക്കണമെന്നാണല്ലോ അലിബയുടെ മഅമൂലായിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് ഏത് അന്നക്ക എന്നുള്ളത് പക്ഷെ അവിടെ അന്നക്ക വായിക്കില്ല കാരണം ഖബറിൽ ലാമുള്ളയിടത്ത് എന്ത് വായിക്കണം ഇന്നക്ക വായിക്കണം കേട്ടാ പിന്നെ ഹംസ ഇന്നയുടെ ഹംസയ്ക്ക് ഫത്ഹ് വാജിബാവുക എന്നതുണ്ട് കസർ വാജിബാവുക എന്നതുണ്ട് രണ്ട് കാര്യവും എന്താ വാജിബാകുന്ന കാര്യമുണ്ട് കസറും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഫത്തവും കൊടുക്കേണ്ടി വരും രണ്ടും വാജിബാകുന്ന കാര്യമുണ്ട് കസർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഫത്ത് കൊടുക്കില്ല പിന്നെന്ത് ചെയ്യാം ഫത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കസർ കൊടുക്കില്ല ഫത്ത് കൊടുക്കൽ നിർബന്ധമാകും കസർ കൊടുക്കൽ നിർബന്ധം രണ്ട് കാര്യവും ജവാസുൽ അംറൈന്
രണ്ടും ജായിസാകുന്നതും ഉണ്ട് കേട്ടാ. ഒന്ന് 10 കൊടുക്കുന്ന നിർബന്ധം, അല്ലെങ്കിൽ കസർ നിർബന്ധം, അല്ലെങ്കിൽ 10 കൊടുക്കാം, കസർ കൊടുക്കാം. ജവാസുൽ അംറൈൻ കേട്ടാ, രണ്ട് കാര്യവും ജായിസാകും. ഇന്നെന്തിനാ ചേടാ? തിങ്കളാഴ്ച ഇന്നോ ഇന്നങ്ങോട്ടല്ലേ എന്നൊക്കെ ഉള്ളത് എന്തോ? അറുത്താല് കഴിക്കണം. കടയൊക്കെ തുറക്കോ? അറിയില്ലല്ലേ, എന്തിനാ നമ്മളതൊക്കെ അറിയുന്നത്? നമുക്കെന്തോണം അങ്ങനെ ഹംസ ഇന്നയുടെ ഹംസക്ക് ഇഫ്ത നീ പ്രത്യേകം ചെയ്യണം. ലിസദ്ദി മസ്ദരിൻ, മസ്ദർ കണ്ടടയുന്നിടത്ത്, മസ്ദർ അടയുന്നിടത്ത് എന്ന് പറയും. സദ് മസ്ദർ, മസ്ദർ കണ്ടടയുന്നിടത്ത്. ലനന്തു സൈദൻ അന്നഹു ഖായിമുൻ, ഞാൻ ഭാവിച്ചു. എന്താ ലന്നനക്ക് ശേഷമൊക്കെ ഇന്നെ വായിക്കാം, അന്നഹു എന്നല്ല. ഇന്നഹു ഖായിമുൻ, ലനന്തു സൈദൻ ഖിയാമഹു എന്ന് വായിക്കാൻ പറ്റും. പിന്നെ പറ ഐ വഹംസ, വേഗം വായിക്ക. മഫൂൽ ഇഫ്തഹ്, ഇഫ്തഹിന്റെ മഫൂലാണ് ഹംസ എന്നുള്ളത്. ഇന്നൽ മക്സൂറ തി, കസറാക്കപ്പെട്ട ഇന്നയ്ക്ക്, ഇന്നയുടെ ഹംസയ്ക്ക് ഫത്ഹ് ചെയ്യണം. ഇഫ്തഹ് ലിസദ്ദി മസ്ദരിൻ അൻഹ, അൻഹ എന്ന് പറഞ്ഞാൽ അന്നയെ തൊട്ടും മഅമൂലിനെ തൊട്ടും എന്നാണ് അന്നയുടെ മക്ക്. വേണ്ടാ, അൻഹ അന്നയെ തൊട്ടുമ്പോ മഅമൂൽ ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട്. അന്നയെ തൊട്ടും അന്നയുടെ രണ്ട് മഅമൂലിനെ തൊട്ടും പകരം വരുന്നിടത്ത്, മസ്ദർ പകരം വരുന്നിടത്ത്, മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്നിടത്ത് എന്ന്. ഇതാക്കാനത്ത് ഹിയ അന്നയായാൽ, മഅമൂലഹ അതിന്റെ രണ്ട് മഅമൂലുകളുമായാൽ, ഫീ മാനൽ മസ്ദരി മസ്ദറിന്റെ മാനയിലായാൽ, ഫുത്തിഹത്ത് ഫത്തഹത്ത് നീ ഫത്തഹ് ചെയ്യണം. ഹംസത്തഹ, ആ അന്നയുടെ ഹംസയ്ക്ക് ഫത്തഹ് ചെയ്യണം കേട്ടാ. അന്നയുടെ ഹംസയ്ക്ക് ഫത്തഹ് കൊണ്ട് വായിക്കണോന്ന്. അന്നയുടെ ഹംസയ്ക്ക് ആന്ന് വായിക്കുക, ഈന്ന് വായിക്കുക, അതേ അർത്ഥമുള്ളൂ. അന്ന നല്ല വായിച്ചു, പിന്നെ എന്ത് ഫത്തഹെന്ന് ചോദിച്ചോളല്ലേ. എന്നാ ഇന്നയുടെ ഹംസയ്ക്കെന്ന് പറയാൻ പറ്റുമോ? ഇന്നയുടെ ഹംസയ്ക്കെന്ന് പറയാൻ പറ്റുമോ? അവിടെ പിന്നെ അന്നെന്ന് തന്നെ. പിന്നെ നെഹ്വു എന്താ ഏമാർക്ക് വായിക്കാൻ കിട്ടത്തില്ല. എന്തുവാ? ബലഗനി എനിക്കെത്തി, അന്നക്ക ഫാദിൽ നിന്ന്. അവിടെ ഇന്നക്ക വായിക്കില്ല, കാരണം അന്നയും അന്നയുടെ മഅമൂലും തമ്മിൽ, അന്നയുടെ ഇസ്മും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. ബലഗനി അന്നക്ക ഫാദിലുൻ, ഇത് മഅനാഹു ബലഗനി, ബലഗനി ഫളുലുക എന്നാണ്. എന്താ? ബലഗനി നിന്റെ ഫള് എനിക്കെത്തി എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. എന്താ? റഫീ ഗൈരിൻ, ഇവയല്ലാത്തതിൽ, ഇക്സർ നീ കസറിന് ചെയ്യണം. ഹംസത്തെ ഇന്ന, അന്നയുടെ ഹംസ കസർ ചെയ്യണം. ഫീ ഗൈരി നിയാബത്തി മസ്ദരിൻ അൻഹ, അന്നയെ തൊട്ടും അന്നയുടെ മഅമൂലിനെ തൊട്ടും മസ്ദർ പകരമാകാത്തയിടത്ത്. വദാലിക, അത് മിസ്ലു അൻ തഖഅ, അന്ന സംഭവിച്ചു, ഇബ്തിദാഇൽ കലാമി, കലാമിന്റെ പ്രാരംഭത്തിൽ. നഹു ഇന്നാ അൻസൽനാഹു വനഹബു അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. അല എന്നുള്ളത് അവിടെ ആദ്യമല്ലേ, അപ്പൊ ഇന്ന പിന്നെ അല്ലേ. അല എന്നുള്ളത് തമ്പീന്റെ അക്ഷരാണ്.
അത് അവിടെ കലാമിൽ ആദ്യമാണെങ്കിലും ഫലത്തിൽ ആദ്യത്തിലില്ല. ഏടാ അതുകൊണ്ടാണ് ഉദാഹരണം അവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഉദാഹരണം കൊണ്ടുവന്നപ്പോ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ആദ്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഹക്കീക്കത്തൻ ആദ്യം വരിക, അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഹക്കീക്കത്തിൽ തന്നെ ആദ്യം വന്നതാണ്. അല്ലെങ്കിൽ ഹുക്കുമിൽ ഫലത്തിൽ ആദ്യം വരിക, അങ്ങനെ രണ്ടു ഉദാഹരണം കൊണ്ടുവന്നു. വയതൽ കസമി കസമിന് ശേഷവും എന്ത് വേണം? അന്ന വായിക്കണം, ഇന്ന വായിക്കണം. യാസീനുൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ പോലെ. വാന്തക്ക സംഭവിക്കുന്നിടത്തും അന്ന വായിക്കണം. വാന്തക്ക മഹക്കിയത്തമ്പി കൗലിൻ കാലയുടെ മക്കൂലിലും കാല കൊണ്ട് എടുത്തുദ്ധരിക്കുന്നിടത്തും ഇന്നാന്ന് വായിക്കാം. കാല ഇന്നി അബ്ദുള്ള. ഈ പറഞ്ഞിടത്തല്ല ഖബറിൽ ലാമുണ്ടെങ്കിൽ അന്ന വായിച്ചുള്ളൂ. വേണ്ടാ അബില്ലാമി ലാമുള്ള ഇടത്തും ലാമോട് കൂടെ എന്നാ ബായിന് ഐ മഅല്ലാമി എന്ന് എഴുതിയേക്കുന്നത്. ലാമോട് കൂടെയും കസർ നീ കസർ ചെയ്യണം. ഐ കസർ നീ കസർ ചെയ്യണം. ഇതാ വക്കായത്ത് സംഭവിച്ചാല് ഇന്നക്ക് ശേഷം ലാമ സംഭവിച്ചാല് നെഹു വേഗം വായിക്കടാ. അല്ലാഹു യഅലമു ഇന്നക്കാന്ന് സാധാരണ വയലം അന്നകുന്ന പറയാം. അല്ലാ വയലം അന്നകു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിമയ്ക്ക് ശേഷം അന്ന വായിക്കണമെന്നല്ല. അലിമയ്ക്ക് ശേഷം അന്ന വായിക്കണമെന്ന് പറഞ്ഞത് ഖബറിൽ ലാം ഇല്ലാത്തപ്പോഴാണ്. ഇവിടെ എന്തുണ്ട്? ഖബറിൽ ലാമുണ്ട്. ആ ഒരു ഭയത്തിന് മുമ്പിലെല്ലാം ഒഴുക്കി കളഞ്ഞു. അര പേജ മുക്കാൽ പേജ കണ്ട് തഖ്വീ ലിസാനി പറഞ്ഞുണ്ട്. അന്ന വായിക്കുന്ന